അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 12 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഇത് ഞങ്ങളുടെ 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങളാണ് കാണുന്നത്. ഉച്ചയായപ്പോഴത്തേന് രാവിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഉച്ചയായപ്പോഴത്തേനും ജിതി വന്ന് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഞാൻ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പറയുമായിരുന്നു എനിക്ക് മറ്റേ ഇതില്ലേ നമ്മുടെ കുഴിമന്തി കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൊതിയാവില്ല ഇടയ്ക്ക് കഴിക്കാൻ. ഓൾറെഡി എപ്പോഴും കഴിക്കുന്നതാണ്, എന്നാലും നമ്മുടെ ജെല്ലിക്കെട്ട് മന്തി നമ്മുടെ കോട്ടയത്ത് വന്നെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പോയതാണ്. മലബാർ മജ്ലീസിലാണ്, കോടിമതിലുള്ള അവിടെയാണ് നമ്മൾ കയറിയത്. ഇപ്പം ഓണമൊക്കെ ആയതാണ്, എല്ലായിടത്തും ആഘോഷങ്ങളൊക്കെ ആയതാണ്. കുറേ സെറ്റും മുണ്ടൊക്കെ എടുത്ത് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ വന്നു, നമ്മുടെ ജെല്ലിക്കെട്ട് മന്തി വന്നു. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കഴിക്കുന്നത്. ഞാൻ ചിക്കനും ഓർഡർ ചെയ്തു, ജിതി ബീഫായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് ബീഫാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഉറപ്പായിട്ടും നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേനും അതിൽ നിന്ന് കൈയിട്ട് വരുന്ന ശീലം ഉണ്ടല്ലോ. അപ്പം ഞാൻ ജിതിയുടെ കുറച്ച് ബീഫൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. ജിതിയാണ് എപ്പോഴും മിക്കവാറും എനിക്ക് വിളമ്പിത്തരാറ്. എപ്പോഴെന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേനും വിളമ്പിയൊക്കെ തരും. വീട്ടിലാണെങ്കിലും ഇടയ്ക്ക് വിളമ്പിയൊക്കെ തരും, ഇടയ്ക്ക് വായിലൊക്കെ വെച്ച് തരും. അതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ ഞാനത് നോക്കാനൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാനായിട്ട്. ഇതാണിങ്ങനെ ആസ്വദിച്ചാട്ടോ കഴിക്കുള്ളൂ. അതിങ്ങനെ വായിലേക്ക് പോയി അതിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് ചേർന്നേക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ ഓണം സെലിബ്രേഷൻ, 13ാം തീയതി ഓണം സെലിബ്രേഷൻ ആയതാണ്. നേരെ പിന്നെ തിരിച്ചു വന്നപ്പോൾ ഓഫീസിലെത്തിയപ്പോൾ അവിടെ പൂക്കളൊരുക്കലിൻ്റെ തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഗിഫ്റ്റ് എടുത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ വൈകുന്നേരമായി, ഞാനും ജിതിയും കൂടി നേരെ വെസ്റ്റ് സൈഡിലേക്ക് പോന്നു. അവിടെ കുറേ നാളായിട്ട് ഞാനൊരു ഷൂ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ജിതിക്ക് വേണ്ടിയത്. ഈ ഒരു ഷൂ ആയിരുന്നു കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അതെടുത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഷൂ എടുത്ത് കൊടുത്തു. പിന്നെ ഇടയ്ക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഷൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജിതിക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ നേരെ വന്ന് ബില്ല് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ജിതി എനിക്ക് സർപ്രൈസ് വന്നത്. തിരിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് എന്തെങ്കിലും തരണമല്ലോ. അങ്ങനെ നമ്മൾ നേരെ ഓക്സിജനിലേക്ക് പോയി, നമ്മുടെ നാഗമ്പടത്തുള്ള അവിടെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജിതി എനിക്ക് നല്ലൊരു അടിപൊളി വാച്ച് വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ ബില്ല് ചെയ്യാൻ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഓണായത് കാരണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ചുമ്മാ പോസ്റ്റായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ നല്ല ടി വിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഓരോ സാധനങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഓൾറെഡി ആൻറ്റിയും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും നമ്മുടെ സീമാൻ്റെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവരൊരു കേക്കൊക്കെ വാങ്ങിച്ച് നമ്മളൊരു കേക്കൊക്കെ മുറിച്ചു. അവിടെ ഞങ്ങളുടെ റോക്കിക്കുട്ടൻ. പിന്നെ ഗിഫ്റ്റിൻ്റെ മേളമായിരുന്നു, ഗിഫ്റ്റ് കൈമാറുന്നു. വാച്ച് ഫോക്കസ് ആവും വാച്ചേ. സാമ്പത്തികമാനി മൂലം ഞങ്ങൾ അവാർഡ് ദാനം കഴിഞ്ഞു. ഓ വുഡ്ലാൻഡ് ആണോ അത്? ഓ ക്യാറ്റോ എന്താ വേറെ സാധനം